ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡെർമാസെക്ഷൻ പോർ ക്ലീനിങ് ഡിവൈസിൻ്റെ റിവ്യൂ ആണ്. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അവരെനിക്കൊരു ഗിഫ്റ്റ് കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാനിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്തു. നല്ലൊരു പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് 4 ഹെഡ്സ് ഉണ്ട്. സ്മോൾ ഹെഡും സോണിക് ഹെഡും ലാർജ് ഹെഡും അതേപോലെ ഓവൽ ഷേപ്പിലുള്ള ഒരു ഹെഡും ഉണ്ട്. ഓവൽ ഷേപ്പ് ഓൾറെഡി അത് ഫിക്സ് ചെയ്ത് തന്നെയാണ് വന്നേക്കുന്നത്. ബാക്കി 3 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൽ വേറെ ഉള്ളതെന്ന് വെച്ചാൽ സ്മോൾ ഹെഡിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഓരോന്ന് എന്ത് യൂസിനാണ് ഓരോ ഹെഡ്സ് ഉപയോഗിക്കുന്നത് എന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ കവറിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ ഹെഡാകുമ്പോൾ അതിൽ ചെറിയ സെക്ഷൻ ആയിരിക്കും വരുന്നത്, അത്ര പവറൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ഹെഡ് എടുക്കുക. അതുപോലെ ലാർജ് ഹെഡിൽ നല്ല സ്ട്രോങ് സെക്ഷൻ ആയിരിക്കും. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഓവൽ ഹെഡിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വായുടെയും മൂക്കിൻ്റെയൊക്കെ സൈഡ് ഉണ്ടല്ലോ, കോർണേഴ്സിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓവൽ ഹെഡ് ഉപയോഗിക്കുക. പിന്നെ സോണിക് ഹെഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കുക നമ്മുടെ പോസിലുള്ള ഓയിലും ഡേർട്ടും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സോണിക് ഹെഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പാക്കേജിങ്, അതിനുള്ളിൽ വേറൊരു പാക്കേജിങ്, അതിനെ കവർ ചെയ്തുകൊണ്ട് അടുത്ത പാക്കേജിങ്, അങ്ങനെ 3 പാക്കേജിങ് ആണ് ഇതിന് മൊത്തത്തിലുള്ളത്. നല്ലൊരു സെക്യൂർ പാക്കേജിങ് ആണ്. യൂസർ മാനുവലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഇനി അവർ ബാറ്ററി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ അറിയാം ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 ബാറ്ററിയാണുള്ളത്. അത് രണ്ടും പുതിയതാണ്. ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളിത് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ആവി കൊടുക്കണം, ഒരു 10 മിനിറ്റോളം. അല്ലെങ്കിൽ നമ്മളൊരു ടവലെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടായാലും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പോസൊക്കെ ഓപ്പണായി നമുക്ക് എളുപ്പം ഇങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് എടുക്കുന്നതിന് മുന്നേ നമ്മൾ വലിയ സ്ക്രബൊന്നും യൂസ് ചെയ്യരുത്. എടുത്തതിന് ശേഷവും സ്ക്രബ് യൂസ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നിന് അത് പ്രോബ്ലം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ സ്കിൻ ഓയിലിയാണ്. അപ്പോൾ എനിക്ക് താടിയിലും ഈ മൂക്കിലുമാണ് കുറേ വൈറ്റ് ഹെഡ്സ് വരാറുള്ളത്. ഇത് നമുക്ക് ഒട്ടും വേദനയൊന്നും എടുക്കത്തില്ല. അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇതിങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരേ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ റെഡ്നെസ് അല്ലെങ്കിലും റെഡ്നെസ് ഉണ്ടാവും. അത് നമുക്ക് പേടിക്കേണ്ട, ഒരു 10 മിനിറ്റിനുള്ളിൽ അത് പോകും. അപ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവാണ്. ഒരുമാതിരി സെക്ഷനൊക്കെ നല്ല പവറിൽ വരും. പിന്നെയെന്ന് വെച്ചാൽ ഇത് ബാറ്ററി തിന്നുന്നൊരു സംഭവമാണ്. ബാറ്ററി നമ്മൾ ഒരു 3 വട്ടമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പവർ നല്ല പോലെ കുറയും. ചാർജ് ചെയ്യുന്ന ഇത് മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബാറ്ററി നമുക്ക് ഒരുപാടല്ല ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഓരോ ഹെഡ്സും ചേഞ്ച് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൂക്കിൻ്റെ സൈഡിലാകുമ്പോഴത്തേനും ഓവൽ ഷേപ്പിലുള്ള ഹെഡ്സാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് വീഡിയോ ഷൂട്ടായില്ല, അതുകൊണ്ടത് പോയി. എന്തായാലും ഇങ്ങനെ ചെയ്ത് നമ്മൾ മൂക്കിൻ്റെ സൈഡിലൊക്കെ വേറെ ഹെഡ്സ് മാറ്റി ചേഞ്ച് ചെയ്ത് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചാർജ്ഡ് ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇതിൽ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ബാറ്ററി അതുകൊണ്ടല്ലാതെ വാങ്ങി തന്നെ ബാറ്ററി ഇടേണ്ടി വന്നു. അങ്ങനെ ഫുൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ആയാലും ബ്ലാക്ക് ഹെഡ്സ് ആയാലും ഒറ്റയടിക്ക് അങ്ങ് പോകുന്നില്ല. നമുക്കൊരു 2-3 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 95% പോകും. അറ്റ് എ ടൈം ഒരു 80% എനിക്ക് ഇത് പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ഡിവൈസാണ്. വാങ്ങുമ്പോൾ മറ്റ് പ്രോബ്ലങ്ങളൊന്നും ഇല്ല. നല്ല കണ്ടീഷനിലാണ് കിട്ടുന്നതെങ്കിൽ അടിപൊളി ഡിവൈസ് തന്നെയാണിത്. ഈ സിറ്റുവേഷനിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നമുക്കിത് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. വലിയ റേറ്റൊന്നും കൊടുത്തിത് വാങ്ങാൻ ഞാൻ നിന്നില്ല. ഏകദേശം 500-ൽ താഴെയായിരുന്നു. കാരണം ഇത് വരുമ്പോൾ വർക്കിംഗ് ആണോ എന്നുള്ളൊരു ടെൻഷനില്ല. അതേപോലെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കിട്ടും. അത് വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബാറ്ററി വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടോ, ഏകദേശം എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സൂമൊക്കെ ആവുന്നുള്ളൂ. അപ്പം അതിനകത്ത് നിറയെ ഉണ്ട് കണ്ടോ. ഞാൻ എടുത്തത് എല്ലാം അതിൽ വന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ ആവി കൊടുക്കുന്നതാണ് അതിനനുസരിച്ചായിരിക്കും ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവും, പോസൊക്കെ ഓപ്പൺ ആവും. പെട്ടെന്ന് ഇതിലേക്ക് ഉള്ളതെല്ലാം ഇങ്ങ് വന്നോളും. നല്ലൊരു ഡിവൈസാണ്. എല്ലാവരും വാങ്ങുവാണെങ്കിൽ വർത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ പറയാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.